9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 കെമിക്കൽ ബോണ്ടിങ് എന്ന പാഠത്തിലെ അടുത്ത ഭാഗം. The arrangement of 8 electrons in the outermost shell as in noble gases is known as octet configuration. ഉത്കൃഷ്ടവാതകത്തിലുള്ളതുപോലെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരുന്ന ക്രമീകരണമാണ് അഷ്ടക വിന്യാസം എന്ന പേരിൽ അല്ലെങ്കിൽ ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Atoms with octet configuration in the outermost shell are found to be more stable. ബാഹ്യതമ ഷെല്ലിൽ അഷ്ടകവിന്യാസമുള്ള ആറ്റങ്ങൾക്ക് കൂടുതൽ സ്ഥിരതയുള്ളതായിട്ടാണ് കാണുന്നത്. Such atoms are generally reluctant to participate in chemical reactions. സാധാരണയായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവർ വിമുഖത പ്രകടിപ്പിക്കുന്നു. Therefore, noble gases are also called inert gases. ഇതുകൊണ്ട് ഉത്കൃഷ്ടവാതകളെ അലസവാതകങ്ങളെന്ന് വിളിക്കുന്നു. The atomic number of helium is 2. ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2ആണ്. The maximum number of electrons that can be accommodated in the first shell of helium is also 2. ഹീലിയം ആറ്റത്തിൻ്റെ ഒന്നാം ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുടെ എണ്ണം 2ആണ്. Therefore, the duplet configuration of helium is stable like that of other noble gases. ഹീലിയത്തിൻ്റെ 2 ഇലക്ട്രോണുകൾ സംവിധാനം മറ്റുത്കൃഷ്ടവാതകങ്ങളിലേതുപോലെ സ്ഥിരതയുള്ളതാണ്. Observe the electron configuration of magnesium and oxygen in table 3.4 given below. മാഗ്നീഷ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും ഇലക്ട്രോൺ വിന്യാസം താഴെ നൽകിയിരിക്കുന്നു. എലമെൻറ്റ്, ആറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എലമെൻറ്റ് മൂലകം തന്നിട്ടുണ്ട്, ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ വിന്യാസവും ഇവിടെ തന്നിട്ടുണ്ട്. ആർ ദീസ് ആറ്റംസ് സ്റ്റേബിൾ? ഈ ആറ്റങ്ങൾക്ക് സ്ഥിരതയുണ്ടോ? ഉണ്ടോ? ഇല്ല. ഹൗ ക്യാൻ ദേ അറ്റൈൻ സ്റ്റെബിലിറ്റി? സ്ഥിരത നേടാൻ എന്താണ് മാർഗം? നമുക്കത് ഈ സൈഡിൽ എഴുതാം. octet configuration can be attained by exchanging two electrons Mg should donate 2 electrons and oxygen should accept them. How can they attain stability? സ്ഥിരത നേടാൻ എന്താണ് മാർഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 ഇലക്ട്രോണുകൾ പരസ്പരം കൈമാറിയാൽ അഷ്ടക സംവിധാനം കൈവരിക്കാം എന്നാണ് പറഞ്ഞത്. octet configuration can be attained by exchanging 2 electrons. Magnesium should donate 2 electrons and oxygen should accept them. The next question, what is the name of the compound formed when these atoms combine together? ഈ ആറ്റങ്ങൾ തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ പേരെന്താണ്? മാഗ്നീഷ്യവും ഓക്സിജനും ചേർന്നാൽ എന്തുണ്ടാവും? മാഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തമുണ്ടാകും. The force of attraction that hold together the constituent particles of a compound is called a chemical bond. ഒരു സംയുക്തത്തിൻ്റെ ഘടകങ്ങളെ ചേർത്ത് നിർത്തുന്ന ബലത്തെ രാസബന്ധനം എന്ന് പറയുന്നു. അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ട് വെച്ചാൽ അയോണിക ബന്ധനം. You have learned that the chemical name of table salt is sodium chloride. Let us examine the chemical bond in sodium chloride. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ രാസബന്ധനം നമുക്ക് നോക്കാം. What are the constituent elements of sodium chloride?
സോഡിയം ക്ലോറൈഡിൻ്റെ ഘടക മൂലകങ്ങൾ ഏതെല്ലാം? സോഡിയവും ക്ലോറിനും. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ആറ്റം. സോഡിയം ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആറ്റോമിക് നമ്പർ? 11 ആണ്. അപ്പം അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എ സോഡിയം ആറ്റം? സോഡിയം ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 1. ഹൗ ഡസ് ദ സോഡിയം ആറ്റം അറ്റൈൻ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? സോഡിയം ആറ്റത്തിന് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടാൻ എന്താണ് മാർഗം? എന്താണ്? ഒരു ഇലക്ട്രോൺ നമുക്ക് വിട്ടുകൊടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്കിവിടെ എഴുതാം by losing 1 electron. Examine the chemical equation and the illustration of the formation of sodium ion by the removal of 1 electron from sodium atom. സോഡിയം ആറ്റം ഒരു ഇലക്ട്രോൺ ഇട്ടുകൊടുത്ത് സോഡിയം അയോണായി മാറുന്നതിൻ്റെ ചിത്രീകരണവും രാസസമവാക്യവും ഇവിടെ നൽകിയിട്ടുണ്ട്. The outermost electron can be removed from the sodium atom only by overcoming the attractive force of the nucleus. The energy required for this is the ionization energy or ionization enthalpy. ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലത്തെ അതിജീവിച്ചാൽ മാത്രമേ സോഡിയം ആറ്റത്തിന് ബാഹ്യതമ ഇലക്ട്രോണുകൾ നീക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനാവശ്യമായ ഊർജം അയോണീകരണ ഊർജം അഥവാ അയോണീകരണ എൻതാൽഫി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. The amount of energy required to remove the most loosely bound electron from the outermost shell of an isolated gaseous atom of an element is called its ionization energy. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ദുർബലമായിട്ടുള്ള ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാനുള്ള ഊർജമാണ് മൂലകത്തിൻ്റെ അയോണീകരണ ഊർജമെന്ന് പറയുന്നത്. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എ ക്ലോറിൻ ആറ്റം. ക്ലോറിൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എത്രയാണ്? 17 ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 2, 8, 7. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ നീഡഡ് ഫോർ ദ ക്ലോറിൻ ആറ്റം ടു അറ്റൈൻ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? ക്ലോറിൻ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിക്കാൻ എത്ര ഇലക്ട്രോണുകളാണ് ആവശ്യമുള്ളത്? 1. Note the illustration and the chemical equation given below. Here, a chlorine atom accepts an electron to become a chlorine ion. ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് ക്ലോറൈഡ് അയോണായി മാറുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ രാസസമവാക്യവും നിങ്ങൾ ശ്രദ്ധിക്കുക.